അമേരിക്കയിൽ ഒരു വെടിവയ്പ് ഉണ്ടായിട്ടുണ്ട്, ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതും അനധികൃത കുടിയേറ്റത്തിനിടെയാണ് അമേരിക്കയിൽ ഒരാൾ കൂടി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. അലക്സ് പ്രെറ്റി എന്ന 37-കാരനാണ് കൊല്ലപ്പെട്ടത്. ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ അലക്സിന് വെടിയേറ്റു എന്നാണ് വിവരം. 3 ആഴ്ചക്കിടെ രണ്ടാമത്തെ മരണമാണ് അനധികൃത കുടിയേറ്റത്തിനിടെ അമേരിക്കയിൽ നടന്നത്. During this operation, an individual approached U.S. Border Patrol agents with a 9mm semi-automatic handgun. The agents attempted to disarm the individual, but he violently resisted. Fearing for his life and the lives and safety of fellow officers, a Border Patrol agent fired defensive shots. Medics on the scene immediately delivered medical aid to the subject, but the subject was pronounced dead at the scene. ഐസൻ തുടരുന്നുണ്ട്. ഐസൻ, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അനധികൃത കുടിയേറ്റത്തിന് കൂച്ചുവിലങ്ങിട്ടിട്ടുള്ള രാജ്യമാണ്. എന്തായാലും ഈ 3 ആഴ്ചക്കിടെ രണ്ടാമത്തെ മരണമെന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായി വെടിയേറ്റു എന്നുള്ളതാണോ മനസ്സിലാക്കേണ്ടത്? എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഈ പ്രശ്നം ഉയരുന്നത് മിനിപ്പോളിസിലെ, അതായത് നമുക്കറിയാവുന്നതാണ് മിനിപ്പോളിസിലെ ഐസ് എന്ന് പറയുന്നത്, അതായത് ഐസ് എന്ന് ICE എന്ന് പ്രയോഗിക്കപ്പെടുന്ന ആ വാക്കുകളിൽ അറിയപ്പെടുന്ന ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അനധികൃത കുടിയേറ്റവും അതുപോലെ തന്നെ കസ്റ്റംസ് നിയമങ്ങൾ ലംഘിക്കുന്നത് സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം നടത്തുന്ന ഒരു വിഭാഗമാണത്. ഈ വിഭാഗത്തിൻ്റെ പരിശോധന അനധികൃത കുടിയേറ്റം സംബന്ധിച്ച് കൃത്യമായി മിനിപ്പോളിസിലും പരിസര പ്രദേശങ്ങളിലും കാര്യമായി നടക്കുന്നുണ്ട്. ഏതാണ്ട് 2 മാസത്തോളമായി അതിശക്തമായ പരിശോധന നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാർ കൂടുതലുള്ള പ്രദേശത്താണ് ഇത്തരം പരിശോധന നടക്കുകയും ചെയ്യുന്നത്. ഈ പരിശോധന നടക്കുന്ന ഇടത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ അലക്സ് എന്ന് പറയുന്ന വ്യക്തി വെടിയേറ്റ് മരിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് നേരത്തെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന, അതായത് വെടിയേറ്റ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ഒരു അനധികൃത കുടിയേറ്റക്കാരനെ സംബന്ധിച്ചുള്ള പരിശോധനകൾ നടക്കുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനിടെയാണ് ഇദ്ദേഹം, അതായത് ഈ അലക്സ് എന്ന് പറയുന്ന വ്യക്തി ഒരു അക്രമാസക്തമായി കയ്യിൽ കരുതിയ ആയുധവുമായി ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെ വന്നത് എന്നാണ് അവർ അറിയിക്കുകയും ചെയ്തത്. അത് തുടർന്ന് സ്വാഭാവികമായി കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ തിരിച്ച് വെടിവെക്കുകയും സ്വരക്ഷയ്ക്കായി വെടിവെക്കുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള പ്രതിനിധിയുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്തത്. അത്തരത്തിലൊരു സംഭവത്തെ തുടർന്നാണ് ഈ മരണമുണ്ടായത്. നേരത്തെ 3 ആഴ്ചയ്ക്ക് മുമ്പ് സമാധാന രീതിയിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കാർ നിർത്താതെ പോവുകയും സ്വാഭാവികമായും ആ കാറിന് നേരെ വെടിയുതിർക്കുകയും അവിടെയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത് ഗൗരവമേറിയ ഒരു വിഷയമായി മാറുന്നത് ട്രംപിൻ്റെ ചില നിരീക്ഷണങ്ങളാണ്. ട്രംപ് വളരെ കൃത്യമായി പറയുന്നത് ആ പ്രദേശത്തെ ഗവർണർ അല്ലെങ്കിൽ ആ സ്റ്റേറ്റിലെ ഗവർണർ വലിയ തോതിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടാനുള്ളൊരു നീക്കം പ്രകോപനപരമായി സൃഷ്ടിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള പ്രചോദനം നൽകുന്നു എന്നൊരു നിലപാട്. അതായത് ഒരു രാജ്യത്തിൻ്റെ നയത്തിനെതിരെ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ നീങ്ങുന്നു എന്ന ഒരു നിലപാട് വളരെ കൃത്യമായി ട്രംപ് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഗൗരവമർഹിക്കുന്ന ഒരു രാഷ്ട്രീയ ചർച്ചയായി ഇത് മാറുന്നത്. ഒരു നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ നടപടിയുടെ ഭാഗമായി ഇയാൾ കൊല്ലപ്പെട്ടു, ആ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതിന് പിന്നിലുള്ള പ്രവർത്തനങ്ങളാണ് ഗൗരവമേറിയ ഒരു വിഷയമായി വരുന്നത്. അനധികൃത കുടിയേറ്റത്തെ തടയാനുള്ള രാജ്യത്തിൻ്റെ നീക്കത്തിനെതിരെ ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണർ നീങ്ങുന്നു എന്ന കടുത്ത ഒരു ആരോപണവും ഇപ്പോൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്.